ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ലെക്ചർ കൊണ്ട് നമ്മൾ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പം നിങ്ങൾ മൊഡ്യൂൾ 1 നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുമ്പോൾ ഉള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്, ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ചത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് സീവേഴ്സ് ആണ്. ആ ഒരു ഡെറിവേഷൻ വരുന്നത്. ഡെറിവേഷൻ എക്സാമിന് അങ്ങനെ ഡെറിവേഷൻ ആയിട്ട് ചോദിക്കത്തില്ല, മിക്കവാറും എപ്പോഴും ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ആയിട്ടാണ് ചോദിക്കാറ്. എന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്യാൻ അങ്ങനത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഞാൻ പാർട്ട് 4 ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, മൊഡ്യൂൾ 1 ആ ഒരു ഡിസൈൻ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുക. ടെക്സ്റ്റ് ബുക്സിൽ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊഡ്യൂൾ 1 നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം മൊഡ്യൂൾ 2-ൻ്റെ സിലബസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത് സീവർ അപ്പാർട്ടൻസസ് എന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് വാട്ടറിനെ ഇങ്ങനെ കൺവേ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലോട്ട് എത്തുന്നതിന് മുന്നേ അത് കുറേ പൈപ്പ് കൂടെയൊക്കെ ആണല്ലോ പോകുന്നത്, സീവേഴ്സ് ത്രൂ ആണല്ലോ പോകുന്നത്. അപ്പം പോകുന്ന വഴിക്ക് എന്തൊക്കെ അല്ലാത്ത പാർട്സ് ഉണ്ട് ഈ സീവറിന് കൂടാതെ മെയിനായിട്ട് വേറെ എന്തൊക്കെ പാർട്സ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഇത് കൺവേ ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുമെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് ഏതൊക്കെ പാർട്സ് ആണെന്നുള്ളതാണ് സീവർ അപ്പാർട്ടൻസസ് ആണ് ഇതിനെ പറയുന്നത്. മാൻഹോള്, ക്യാഷ് ബേസിൻസ്, പിന്നെന്താ ഇൻവേർട്ടർ സൈഫൺ, ഫ്ലഷിംഗ് ഡിവൈസ്, ഇത് ഓരോന്നും എന്താണെന്നൊക്കെ നോക്കണം. പിന്നെ സീവറിന് വെന്റിലേഷൻ കൊടുക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സീവേജ് നമ്മൾ എന്താണെന്ന് പഠിച്ചിരുന്നു. സീവറേജ് എന്താണ്, സിസ്റ്റം ഓഫ് സീവറേജ്. സീവറേജ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഈ സീവേഴ്സ് ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു നെറ്റ്വർക്ക് ഓഫ് പൈപ്സിനെല്ലാം കൂടെ ഒരുമിച്ച്, ആ ഒരു കണക്ഷൻസിനെ എല്ലാത്തിനും ഒരുമിച്ച് നമ്മൾ സീവറേജ് എന്ന് പറയും. ആ സീവറേജ് തന്നെ പല ടൈപ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ മൊഡ്യൂൾ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് 1 കഴിഞ്ഞ സെമസ്റ്ററിൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് 1 വാട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചായിരുന്നു അല്ലേ. അതേപോലെ തന്നെ വേസ്റ്റ് വാട്ടറിനും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, പക്ഷെ വാല്യൂസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളുണ്ട്. അപ്പം സീവേജ് ക്യാരക്ടറിസ്റ്റിക്സ് അതും ഫിസിക്കലും കെമിക്കലും ബയോളജിക്കലും ഉണ്ട്. അത് ഓരോന്നും നോക്കണം. പിന്നെ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് BOD COD എന്ന് പറയുന്നത്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡും പിന്നെ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും, അത് നോക്കണം. പിന്നെ ഉള്ള 2 ടേംസ് ആണ് റിലേറ്റീവ് സ്റ്റെബിലിറ്റിയും പോപ്പുലേഷൻ ഇക്വലൻറ്റും. അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്, 1-2 പ്രോബ്ലംസും കാണും. ഓക്കെ, അപ്പം ഈ മൊഡ്യൂളിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആ സെക്കൻഡ് പോർഷനില്ലേ, സീവറേജ്, സിസ്റ്റം ഓഫ് സീവറേജും പിന്നെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അത്രയും പോർഷൻ. ഓക്കെ, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം. അപ്പോൾ ഇത്രയും നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്തിനാണ് നമ്മൾ സീവേജ് കളക്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് കളക്ഷൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ സീവേജ് കളക്ഷൻ ചെയ്യുന്നതിൻ്റെ മെയിൻ നീഡ് എന്താണെന്നുള്ളത് ഞാൻ മൊഡ്യൂൾ 1 ആ ഒരു ലെക്ചർ പറഞ്ഞിരുന്നു. സീവേജ് ഇങ്ങനെ ഫ്ലഡ് ആയിട്ട് ഇങ്ങനെ കെട്ടിക്കിടന്നാൽ എന്താണ്, അത് അൺഹൈജീനിക് ആണ്. അപ്പം ഫ്ലൈസ് എല്ലാം വന്നിരുന്ന് ആൾക്കാർക്ക് ഹെൽത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ അത് ആ വീട്ടിൽ നിന്നാണ്, റെസിഡൻഷ്യൽ ഏരിയ എന്നുള്ളതാണെങ്കിൽ അപ്പം തന്നെ കളക്ട് ചെയ്ത് അത് ഡിസ്പോസൽ പോയിന്റിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എ സിസ്റ്റം ഓഫ് സീവർ പൈപ്സ് അല്ലെങ്കിൽ സീവേഴ്സ് കളക്ട്സ് സീവേജ് ആൻഡ് ടേക്സ് ഇറ്റ് ഫോർ ദി ട്രീറ്റ്മെന്റ് ഓർ ഡിസ്പോസൽ. ഓക്കെ, അപ്പം ഈ സീവർ എന്താണ്, അതിൻ്റെ ഒരു സിസ്റ്റം, നെറ്റ്വർക്ക് ഓഫ് സീവേഴ്സ് എന്താ ചെയ്യുന്നത്, സീവേജിനെ കളക്ട് ചെയ്തിട്ട് ഡിസ്പോസൽ ട്രീറ്റ്മെന്റ് പ്ലാന്റിലോട്ട് കൊണ്ടെത്തിക്കും. അപ്പം ഈ ഒരു സിസ്റ്റം ഓഫ് സീവറിനെയാണ് നമ്മൾ സീവറേജ് അല്ലെങ്കിൽ സീവറേജ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Where a main sewerage system has not been provided, sewage may be collected from homes by pipes into septic tanks or cesspit, where it may be treated or collected in vehicles and taken for treatment or disposal. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ഏരിയയിലും, സിറ്റി ഏരിയാസിലൊക്കെയാണ് കൂടുതലും ഈ ഹൗസസിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ പോകുന്ന ഇങ്ങനത്തെ വേസ്റ്റ് വാട്ടറിനെ, സീവേജിനെ കളക്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ വീട് ഇരിക്കുന്ന ഒരു വില്ലേജ് സൈഡ് ആണെങ്കിൽ അവിടെ എന്താണ്, നമ്മുടെ വീട്ടിലെ വേസ്റ്റിൽ നിന്നൊക്കെ വരുന്ന, ഇപ്പം കിച്ചൺ വേസ്റ്റ് അല്ലെങ്കിൽ കിച്ചണിൽ നിന്ന് പാത്രം കഴുകുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റിൽ നമ്മൾ എന്താണ് ചെറിയൊരു പൈപ്പ് ത്രൂ നമ്മുടെ ആ ഒരു സ്ഥലത്തിൽ തന്നെ, നമ്മുടെ തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ചെറിയൊരു കുഴിയിലോട്ട്, സോക്ക് പിറ്റിലോട്ട് വെള്ളം ചെല്ലുവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെയും ഒന്നെങ്കിൽ സെപ്റ്റിക് ടാങ്ക്, സോക്ക് പിറ്റിലോട്ട് വെള്ളം ചെല്ലും. ഇതല്ലെങ്കിൽ ഇങ്ങനെ ഈ വേസ്റ്റ് വാട്ടറിനെ കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ വെഹിക്കിൾസ് വന്നിട്ട് പിന്നെ അവിടെ അത് പിന്നെ അങ്ങ് ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് കൊണ്ടുപോകും. അങ്ങനെയും ഏരിയാസിൽ അങ്ങനെയും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം മെയിനായിട്ട് സീവറേജ് സിസ്റ്റം ഇല്ലാത്ത സ്ഥലം, മെയിനായിട്ടുള്ള ഈ സീവറേജ് സിസ്റ്റം കൂടുതലും കാണപ്പെടുന്നത് ഈ ടൗൺ, സിറ്റി ഏരിയയിലായിരിക്കും.
ഓക്കെ, ഈ ഫ്ലാറ്റ് ഏരിയയിലൊക്കെ അവരെന്താണ് എല്ലാവരും ഒറ്റ പൈപ്പിൽ ചെന്ന് അത് അവസാനം ട്രീറ്റ്മെൻറ്റ് പ്ലാനിലോട്ട് ചെല്ലും. ചെറിയ ചെറിയ വീടൊക്കെ ഉള്ള വില്ലേജ് സൈഡൊക്കെ ആകുമ്പം നമ്മുടെ വീട്ടിൽ നിന്നുള്ളത് വേസ്റ്റ് എല്ലാം നമ്മുടെ തന്നെ വീടിൻ്റെ ആ പരിസരത്ത് തന്നെയുള്ള സോക്ക് പിറ്റിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ സെപ്റ്റിക് ടാങ്കോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും അല്ലേ, അപ്പം അങ്ങോട്ടോ ആയിരിക്കും വേസ്റ്റ് ചെല്ലുന്നത്. പ്രോപ്പർലി ഫങ്ഷനിങ് സെപ്റ്റിക് ടാങ്ക്സ് റിക്വയർ emptying every 2 to 5 years depending on the load of the system. പിന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ കാര്യം, നമ്മൾ പ്രോപ്പർലി വർക്ക് ചെയ്യുന്ന സെപ്റ്റിക് ടാങ്ക് ആണെങ്കിൽ 2 തൊട്ട് 5 വർഷത്തിനുള്ളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ചെയ്യണം, empty ചെയ്ത് മാറ്റണം. ഇനി അടുത്തത് ഓക്കെ, സീവറേജ് സിസ്റ്റം. അപ്പോൾ സീവറേജ് സിസ്റ്റം എന്താണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് പൈപ്സ്. പിന്നെ എന്തൊക്കെ വരും അതിൽ? പമ്പ്, ഫോഴ്സ് മെയിൻ. ഓക്കെ, അപ്പം പൈപ്പിൻ്റെയും പമ്പിൻ്റെയും ഫോഴ്സ് മെയിനിൻ്റെ ഒക്കെ ഒരു നെറ്റ്വർക്കാണ്. അത് വെച്ചിട്ടാണ് വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ സീവേജ് കളക്ട് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന്. ഓക്കെ, അപ്പം മോഡേൺ സീവറേജ് സിസ്റ്റം 2 കാറ്റഗറിയിൽ വരും. ഒന്ന് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ സീവർ, അതൊന്നും. രണ്ടാമത്തത് സ്റ്റോം സീവർ എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സീവറും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെയാണ് ഇൻഡസ്ട്രീസും വരുന്ന സീവർ. അതെന്നോട് ഒരുമിച്ച് പറയാം. രണ്ടാമത്തതാണ് സ്റ്റോം സീവർ എന്ന് വെച്ചാൽ സ്റ്റോം വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടി സീവേഴ്സ് കൊടുക്കും. അങ്ങനെ 2 മോഡേൺ സീവറേജ് സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. Sometimes a combined system provides only one network of pipes, mains and outfall sewer for all types of sewage and runoff. അപ്പം ചില സ്ഥലത്തൊക്കെ എന്തെടുക്കുന്ന വെച്ചാൽ കമ്പൈൻഡ് ആയിരിക്കും, ഒറ്റ സിസ്റ്റം ആയിരിക്കും. അപ്പം ആ ഒറ്റ സിസ്റ്റത്തിൽ ഒരൊറ്റ നെറ്റ്വർക്ക് ഓഫ് പൈപ്പും, പിന്നെ എന്താണ് പൈപ്പ് എന്ന് പറയുമ്പം പല പല സ്ഥലത്തു നിന്ന് വന്ന് കണക്ട് ആകുന്ന പൈപ്പ്, മെയിൻ പൈപ്പ്, പിന്നെ ഔട്ട്ഫോൾ സീവർ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് പോയിന്റിലുള്ള സീവറിനെയാണ് നമ്മൾ ഔട്ട്ഫോൾ സീവർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഔട്ട്ഫോൾ സീവറിൽ നിന്ന് നേരെ അത് ഡിസ്പോസൽ പോയിന്റിലോട്ടായിരിക്കും പോകുന്നത്. അപ്പം കമ്പൈൻഡ് ആയിട്ടുള്ള സിസ്റ്റം ആകുമ്പം ഇതെല്ലാം ഒറ്റ നെറ്റ്വർക്ക് ആയിരിക്കും. ആ ഒറ്റ നെറ്റ്വർക്കിൽ തന്നെ ആയിരിക്കും സീവേജും കൊണ്ടുപോകുന്നതും, അതേപോലെ തന്നെ മഴവെള്ളം, സ്റ്റോം വാട്ടർ അല്ലെങ്കിൽ റൺ ഓഫ് കളക്ട് ചെയ്ത് പോകുന്നതും ആ ഒറ്റ ഒരു കമ്പൈൻഡ് സീവർ തന്നെ ആയിരിക്കും. The preferred system, however, provides one network of sewers for domestic and industrial waste, which is generally treated before discharge, and a separate network for storm runoff, which may be diverted to a temporary detention basin or piped directly to a point of disposal in a stream or a river. ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2 നെറ്റ്വർക്ക് ഉള്ളതാണ് പ്രിഫർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ കൂടെ ഡൊമസ്റ്റിക് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സീവേജ് കളക്ട് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാനിലോട്ട് പോകുന്നതും, പിന്നീട് ഒന്ന് എന്താണ് സ്റ്റോം വാട്ടർ കളക്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആ സ്റ്റോം വാട്ടറിൽ അധികം എന്താണ് സ്ട്രെങ്ത് ഇല്ലാത്തതെന്ന് വെച്ചാൽ അധികം പൊല്യൂഷൻ ഉണ്ടാക്കാത്തതാണെങ്കിൽ അത് ഡയറക്റ്റ്ലി വേണമെങ്കിൽ റിവറിലോട്ട് പൈപ്പ് ചെയ്ത് വിടാം. അല്ലെങ്കിൽ ഒന്ന് ഡിറ്റൻഷൻ ബേസിൻ അല്ലെങ്കിൽ ഡിറ്റൻഷൻ ടാങ്ക് എന്ന് പറയാം. നിങ്ങൾ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് 1 പഠിച്ചിരുന്നെന്ന് തോന്നുന്നു. സെഡിമെന്റേഷൻ ടാങ്ക് ഇല്ലേ, അതേപോലെ ഒന്നാണ് ഡിറ്റൻഷൻ ടാങ്ക് അല്ലെങ്കിൽ ഡിറ്റൻഷൻ ബേസിൻ. അതിനകത്തോട്ട് കുറച്ച് നേരം കളക്ട് ചെയ്തിട്ട് എന്നിട്ട് അവിടുന്ന് വേണമെങ്കിൽ പമ്പ് ചെയ്ത് സ്ട്രീമിലോട്ടോ റിവറിലോട്ടോ വിടാം. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ 2 ആയിട്ടുള്ളത്, ഒന്നിൽ കൂടെ സീവേജും മറ്റേ കൂടെ സ്റ്റോം വാട്ടറും പോകുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഈ സീവറേജ് സിസ്റ്റം നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. there are 3 systems of sewerage adopted in practice: combined system, സെപ്പറേറ്റ് സിസ്റ്റം, പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം. ഓക്കെ, അതിൽ കമ്പൈൻഡ് എന്താന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. വെൻ ബോത്ത് സാനിറ്ററി സീവേജ് ആൻഡ് സ്റ്റോം വാട്ടർ ആർ ക്യാരിയഡ് ഇൻ എ സിംഗിൾ സീവർ, ഇറ്റ് ഈസ് കോൾഡ് എ കമ്പൈൻഡ് സീവർ സിസ്റ്റം. ഓക്കെ, ഒരൊറ്റ സീവറിൽ കൂടെയാണ് നമ്മുടെ സീവേജും അതേപോലെ സ്റ്റോം വാട്ടറും ക്യാരി ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ കമ്പൈൻഡ് സീവർ എന്ന് പറയും. When the flow in a combined sewer consists of only domestic sewage and industrial waste without storm water, the flow is called dry weather flow. അല്ലേ, ഇപ്പം ഒരു ഏരിയയിൽ, ഒരു സിറ്റി ഏരിയയിൽ കമ്പൈൻഡ് സിസ്റ്റം ആണ്. പക്ഷെ ആ ഒരു സമ്മർ സീസൺ ആകുമ്പോൾ എന്താണ്, സ്റ്റോം വാട്ടർ ഇല്ല അല്ലേ. ആ ടൈമിൽ എന്തുവാണ് ആ ഫ്ലോ ചെയ്ത് പോകുന്നത്, ആപ്പാടെ ഈ വീട്ടിൽ നിന്നൊക്കെ വരുന്ന ഡൊമസ്റ്റിക് ആയിട്ടുള്ള സീവേജോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സീവേജോ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ആ ടൈമിലുള്ള ആ ഫ്ലോനെ നമുക്ക് എന്ത് പറയാം, ഡ്രൈ വെതർ ഫ്ലോ. നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ചിരുന്നു അല്ലേ, അതിനകത്ത് സ്റ്റോം വാട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് അതിനെ ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് കമ്പൈൻഡ് സിൽവർ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇമേജ് ആണ്. നിങ്ങൾ നോക്കിയേ, ഇതിപ്പം കുറേ ബിൽഡിങ്, ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ എന്നോ അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്നുള്ള വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സാനിറ്ററി സീവേജ് ഉണ്ട്. ഓക്കെ, അതൊരു ബ്രൗൺ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെറിയ ചെറിയ വീടാണെങ്കിൽ അവിടെ നിന്നും നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി സാനിറ്ററി സീവർ ഉണ്ട്. ഇനിയും ഇപ്പം റെയിൻ വാട്ടർ എന്തെങ്കിലും വന്നപ്പോൾ റൂഫിൽ നിന്ന് വരുന്ന വെള്ളം, റെയിൻ വാട്ടർ, പിന്നെ താഴെ റൺ ഓഫ് ആയിട്ട് വരുന്ന റെയിൻ വാട്ടർ അല്ലെങ്കിൽ സ്റ്റോം വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ ഓടകൾ കാണും അല്ലേ. ആ ഓടയിൽ നിന്ന് വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടി വേറൊരു
സീവർ അവിടെ നിന്ന് കാണും. എന്നിട്ട് ഇതെല്ലാം കമ്പൈൻ ചെയ്ത് ഒറ്റ സീവറിലോട്ട് ചെല്ലും. കണ്ടോ, ഒറ്റ സീവറിലോട്ട് ചെന്നിട്ട് ഒരുമിച്ച് ചിലപ്പം ഓവർഫ്ലോ ആയിട്ട് ഒത്തിരി ഉണ്ടെങ്കിൽ ഓവർഫ്ലോ ആയിട്ട് ചിലപ്പോൾ അടുത്തുള്ള റിവറിലോട്ടോ സ്ട്രീമിലോട്ടോ ചെല്ലും. അല്ലെങ്കിൽ മെയിൻലി അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സാനിറ്ററി സീവേജ് അതേപോലെ തന്നെ ഈ സ്റ്റോം വാട്ടറും കൂടെ കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് ചെയ്ത് ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് ചെല്ലും. വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് ചെന്നിട്ട് അവിടെ ട്രീറ്റ്മെന്റ് എല്ലാം നടത്തി ആ ഒരു വേസ്റ്റ് വാട്ടറിന്റെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള അതിന്റെ ഒരു എഫക്റ്റ് കുറച്ചിട്ട് പിന്നെ തിരിച്ച് ട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ പിന്നെ അങ്ങ് റിവറിലോട്ട് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒറ്റ സിംഗിൾ സീവർ ആയിരിക്കും. വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ സെപ്പറേറ്റ് ഒരു പൈപ്പ് ആയിരിക്കും. പക്ഷെ അതല്ലാണ്ട് വന്ന് ചേരുന്നത് ഒരൊറ്റ ഒരു വലിയൊരു പൈപ്പിലോട്ടായിട്ട്. ഇവിടുന്ന് പിന്നെ ഒത്തിരി ഉണ്ടെങ്കിൽ ഓവർഫ്ലോ ആയിട്ട് അത് ചിലപ്പോൾ അടുത്തുള്ള റിവറിലോട്ടോ സ്ട്രീമിലോട്ടോ നമുക്ക് വിടാം, ഒത്തിരി ഓവർഫ്ലോ ആകാൻ. ഇല്ലെങ്കിൽ അത് ട്രീറ്റ്മെന്റ് പ്ലാന്റിലോട്ട് ചെന്നിട്ട് അവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രീറ്റഡ് വേസ്റ്റ് വാട്ടറിനെ നമ്മൾ റിവറിലോട്ട് ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സിസ്റ്റത്തിന് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ പഠിക്കണേ. അപ്പം അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്? ഡൊമസ്റ്റിക് സീവേജ് ആൻഡ് സ്റ്റോം വാട്ടർ ആർ ക്യാരിഡ് ഇൻ എ സിംഗിൾ സീവർ. അതുകൊണ്ട് അവിടുത്തെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും അല്ലെ, രണ്ടും കൂടെ ഒറ്റ സീവർ മതിയല്ലോ, അപ്പൊ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറവാണ്. പിന്നെ ദ സ്ട്രെങ്ത് ഓഫ് ദി ഡൊമസ്റ്റിക് സീവേജ് ഇസ് റെഡ്യൂസ് ബിക്കോസ് ഓഫ് ഡൈലൂഷൻ ഓഫ് സ്റ്റോം വാട്ടർ. എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് സീവേജ് എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന സീവേജ് അല്ലെങ്കിൽ ഫ്ലാറ്റിലെ ആൾക്കാർ അവരുടെ അവിടുത്തെ വേസ്റ്റ് വാട്ടർ അതിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് വെച്ചാൽ അതിന്റെ ഒരു പൊല്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് കുറയും. എപ്പോഴാണ് കാര്യം ഈ സ്റ്റോം വാട്ടർ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അത് ഡൈല്യൂട്ട് ആയി മാറൂല്ലേ, അപ്പൊ അതിന്റെ ഒരു സ്ട്രെങ്ത് അവിടെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ദ സീവർ ആർ ഓഫ് ലാർജ് സൈസ് ദെയർഫോർ ദ ചാൻസ് ഓഫ് ദെയർ ചോക്കിംഗ് ആർ റെയർ. ഇറ്റ് ഈസ് ഈസി ടു ക്ലീൻ ദം. ലാർജ് സൈസ് ആണല്ലോ സീവറിന്, കാര്യം സ്റ്റോം വാട്ടറിനെയും ഡൊമസ്റ്റിക് സീവേജിനെയും കൂടെ കൊണ്ടുപോകണമല്ലോ. അപ്പം ലാർജ് സൈസ് ആകുമ്പോൾ അത് ചോക്കിംഗ് ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ വേസ്റ്റിലാണ് കെട്ടിക്കിടക്കുന്നത് കുറവായിരിക്കും. ചെറിയ സൈസ് ആകുമ്പോഴാണല്ലോ ഈ വലിയ എന്തെങ്കിലും ഒരു വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കെട്ടിക്കിടന്നിട്ട് അവിടെ ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ്. വലിയ സീവർ ആകുമ്പം ആ ഒരു ചോക്കിംഗ് അവിടെ ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു അങ്ങനത്തെ സീവർ ക്ലീൻ ചെയ്യാനും എളുപ്പമായിരിക്കും. പിന്നെ ഇൻ ടൗൺ വിത്ത് നാരോ സ്ട്രീറ്റ് ദിസ് സിസ്റ്റം ഈസ് പ്രിഫേർഡ്. ടൗണിലൊക്കെ നാരോ സ്ട്രീറ്റ് ആണെങ്കിൽ ചെറിയ ചെറിയ സ്ട്രീറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് സെപ്പറേറ്റ് സീവർ ഇടുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെയൊക്കെ സിംഗിൾ ആയിട്ടുള്ള കമ്പൈൻഡ് സീവർ ആകുമ്പോൾ അതാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇനി ഈ ഒരു സിസ്റ്റത്തിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ഇനീഷ്യൽ കോസ്റ്റ് ഇസ് ഹൈ ബിക്കോസ് ഓഫ് ലാർജ് ഡയമെൻഷൻ ഓഫ് സീവർ അല്ലേ. വലിയ സൈസ് ആകുമ്പോൾ അത്രയും കോസ്റ്റ് ആവുമല്ലോ അത് ഇനീഷ്യലി അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ ബിക്കോസ് ഓഫ് ലാർജ് സൈസ് ഓഫ് സീവർ ദ ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇസ് ഡിഫിക്കൽട്ട്. അപ്പം വലിയ സൈസ് ആയതുകൊണ്ട് അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഡ്യൂ ടു ദി ഇൻക്ലൂഷൻ ഓഫ് സ്റ്റോം വാട്ടർ ദ ലോഡ് ഓൺ ദി ട്രീറ്റ്മെന്റ് പ്ലാൻ ഇൻക്രീസസ്. അതേപോലെ തന്നെ ഈ സാനിറ്ററി സീവേജും വേസ്റ്റ് നമ്മുടെ സ്റ്റോം വാട്ടറിനോട് ഒരുമിച്ചാണ് എന്താണ് ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് ചെല്ലുന്നത്. അപ്പം ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് എത്തുന്നതിന്റെ ഒരു ലോഡ് കൂടുതലായിരിക്കും. അപ്പൊ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അത്രയധികം വെള്ളത്തിന് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ലോഡ് ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് കൂടുതലായിരിക്കും. പിന്നെ ഡ്യൂറിങ് ഹെവി റെയിൻ ദ സീവർ മേ ബി ഓവർഫ്ലോ ആൻഡ് മേ കോസ് അൺഹൈജീനിക് കണ്ടീഷൻ. അപ്പം ഹെവി റെയിൻഫോളിന്റെ ടൈമിൽ സീവർ അങ്ങ് ഓവർഫ്ലോ ആയി പോയിട്ട് പിന്നെ അവിടെ ഒരു അൺഹൈജീനിക് കണ്ടീഷൻ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇഫ് ദി ഹോൾ സീവേജ് ഈസ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ പമ്പിങ് ഇറ്റ് ഈസ് അൺഎക്കണോമിക്കൽ. അതേപോലെ തന്നെ ഈ ഇത്രയും സീവേജ് ഒരുമിച്ച് നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ടി വരും, പമ്പിങ് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് അൺഎക്കണോമിക്കൽ ആയിരിക്കും. കാര്യം അത്രയും എമൗണ്ട് ഓഫ് വാട്ടർ അവിടെ കാണും. അപ്പം അത് പമ്പ് ചെയ്ത് മാറ്റാൻ നമ്മൾ ഒത്തിരി കാശ് ചിലവുള്ളതാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞതൊക്കെയാണ് കമ്പൈൻഡ് സീവറേജ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. ഓക്കെ, ഇനി അടുത്തത് സെപ്പറേറ്റ് സിസ്റ്റം. അപ്പൊ അതെന്തായിരിക്കും? രണ്ട് സീവർ കാണും അല്ലേ, മറ്റേടത്ത് സിംഗിൾ സീവർ ആയിരുന്നു, ഇവിടെ രണ്ടെണ്ണം കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇൻ ദിസ് സിസ്റ്റം 2 separate set of sievers are installed, one for collection and conveyance of sanitary sewage and the other for storm water. As storm water is carried separately, it is not foul in nature and normally disposed of to natural water course without any treatment. അപ്പം ഈ സ്റ്റോം വാട്ടർ നമ്മൾ സെപ്പറേറ്റ് കളക്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, സ്റ്റോം വാട്ടറിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫൗൾ സ്മെല്ലൊന്നും കാണില്ല. അതേപോലെ തന്നെ അതിനെ നമുക്ക് ഡയറക്റ്റ് സ്ട്രീമിലോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വാട്ടർ സ്ട്രീമിലോട്ടോ റിവറിലോട്ടൊക്കെ നമുക്ക് ഡയറക്ട്ലി ഡിസ്പോസ് ചെയ്യാം. അവിടെ വേറെ പ്രത്യേകം ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. വേറാസ് ദ സാനിറ്ററി സീവേജ് ഇസ് ടേക്കൻ ടു ട്രീറ്റ്മെന്റ് പ്ലാന്റ് സെപ്പറേറ്റ്ലി ആൻഡ് റിക്വയർ ട്രീറ്റ്മെന്റ് ബിഫോർ ഇറ്റ് ഈസ് ഡിസ്പോസ്ഡ്. അപ്പോൾ സാനിറ്ററി സീവേജ് വേറെ സീവറിൽ കൂടെയാണല്ലോ പോകുന്നത്, അതിനെ നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് ചെന്ന് അതിനെ ട്രീറ്റ് ചെയ്തിട്ട് വേണം ഡിസ്പോസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് സിസ്റ്റത്തിന്റെ ഒരു ഇമേജ് ആണ്. നോക്കിയേ,
ഈ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ഹൗസ് ഹോൾഡ് വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യാൻ ഒരു പൈപ്പ്, ഒരു മഞ്ഞ കളറിലെ പൈപ്പ്, അത് ചെല്ലുന്നത് മെയിൻ ആയിട്ടുള്ള സാനിറ്ററി സീവറിലോട്ട് ചെല്ലും. ഇനി അതേപോലെ തന്നെ വീട്ടിലെ റൂഫിൽ നിന്ന് ഉണ്ടാകുന്ന റെയിൻ വാട്ടർ കളക്ട് ചെയ്യാൻ വേറൊരു പൈപ്പ് കാണും. പിന്നെ ഈ സൈഡിൽ നിന്നൊക്കെ റൺ ഓഫ് വന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഓട കാണും. അതിൽ കൂടെയും ഈ വെള്ളം വന്നിട്ട് ഈ സ്റ്റോം വാട്ടർ പോകുന്ന സ്റ്റീവറിലോട്ട് ചെന്ന് ചാടും. ഓക്കെ, അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പം ഈ സ്റ്റോം വാട്ടർ പോകുന്ന സീവർ ലേക്കിലോട്ട് പോയി ചേരും. മറ്റേതാണെങ്കിൽ സാനിറ്ററി സീവർ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് വരും. ഓക്കെ, ഇനി ചിലപ്പം ഈ ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് പോകുന്ന ആ സാനിറ്ററി സീവേജിൽ എന്തെങ്കിലും ഓവർഫ്ലോ ഉണ്ടായാൽ അത് ചിലപ്പോൾ അടുത്തുള്ള ലേക്കിലോട്ടായിരിക്കും ചെല്ലുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ്, സൈസ് ഓഫ് ദി സീവർ എന്താണ്, ഒത്തിരി വലിയ സീവർ വേണ്ടി വരുന്നുണ്ടോ? കമ്പൈൻഡ് പോലെ വേണ്ട, ചെറിയ സീവർ മതി. അതേപോലെ തന്നെ സാനിറ്ററി സീവേജും സ്റ്റോം വാട്ടറും സെപ്പറേറ്റ് പൈപ്പിലായതുകൊണ്ട് തന്നെ ദ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് ഈസ് ടു ബി ട്രീറ്റഡ് ഈസ് ലെസ്. അതുകൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് അധികം സീവേജ് ചെല്ലുന്നുണ്ടോ? ഇല്ല. അപ്പം കുറച്ച് സീവേജ് ട്രീറ്റ് ചെയ്താൽ മതി. ആസ് എ സീവർ ആർ സ്മോളർ ഇൻ സെക്ഷൻ ദേ ക്യാൻ ബി ഈസിലി വെന്റിലേറ്റ്. അതുപോലെ തന്നെ സ്മോളർ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ വെന്റിലേഷൻ കൊടുക്കാൻ ഇച്ചിരി എളുപ്പമായിരിക്കും. പിന്നെ ഡ്യൂറിങ് ഡിസ്പോസൽ ഇഫ് ദ സീവേജ് ഈസ് ടു ബി പംപ്ഡ് ദ സെപ്പറേറ്റ് സിസ്റ്റം ഇസ് ചീപ്പർ. അതേപോലെ തന്നെ സീവേജ് കൊണ്ടുപോകുമ്പം എന്തെങ്കിലും പമ്പ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് സിസ്റ്റം ആണെങ്കിലാണ് കുറച്ചുകൂടെ നല്ലത്, കുറച്ചുകൂടെ ചീപ്പായിരിക്കും. മറ്റേതാകുമ്പോൾ ഒത്തിരി വാട്ടർ അവിടെ ഉണ്ടാവും. അപ്പം അതിനെ പമ്പ് ചെയ്യുന്ന പറയുന്നത് ഒത്തിരി അൺഎക്കണോമിക്കലാണ്. ഈ ഒരു രണ്ടും സെപ്പറേറ്റ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു പമ്പിങ് ചെയ്യേണ്ടി വന്നാൽ പോലും അത് കുറച്ചുകൂടെ ചീപ്പർ ഈ ഒരു സെപ്പറേറ്റ് സിസ്റ്റം ആണെങ്കിലാണ്. പിന്നെ റെയിൻ വാട്ടർ ക്യാൻ ബി ഡിസ്ചാർജ് ഇൻ ടു ദി സ്ട്രീം വിത്തൗട്ട് എനി ട്രീറ്റ്മെന്റ്. അധികം ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടല്ലോ സ്റ്റോം വാട്ടറിന്റെ ആ പോകുന്ന സീവറിലുള്ള വേസ്റ്റിന്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ, സിൻസ് ദി സീവർ ആർ സ്മോളർ സൈസ് ആയതുകൊണ്ട് അവിടെ ക്ലീനിങ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ പെട്ടെന്ന് ചോക്കിങ് എന്ന് വെച്ചാൽ എല്ലാം അടിഞ്ഞു കിടക്കാൻ ചാൻസ് ഉണ്ട്. ഇനീഷ്യൽ കോസ്റ്റ് ഹൈ ആണ്, കാര്യം രണ്ട് സെപ്പറേറ്റ് സെറ്റ് ഓഫ് പൈപ്പ് വേണ്ടി വരുന്നുണ്ട് അവിടെ. മെയിൻ്റനൻസ് കോസ്റ്റും കൂടുതലാണ്, കാര്യം പെട്ടെന്ന് ഇങ്ങനെ അടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം മെയിൻ്റനൻസ് കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. Generally, self-cleansing velocity is not available due to small quantity of sewage. Therefore, flushing is required at various points. അതേപോലെ തന്നെ സീവേജിന്റെ ക്വാണ്ടിറ്റി എപ്പോഴേലും കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്ന സെപ്പറേറ്റ് സിസ്റ്റത്തിൽ കൂടെ പോകുമ്പം അവിടെ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി ചിലപ്പം ആവശ്യത്തിന് കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നുവെച്ചാലേ നമ്മുടെ കമ്പൈൻഡ് സിസ്റ്റം ആകുമ്പോൾ അതിനകത്ത് സീവേജും കാണും, വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറും കാണും, പിന്നെ റെയിൻ വാട്ടറും ഉണ്ടാവും. അപ്പോൾ എന്താണ്, അത് നല്ലൊരു ഫ്ലോയിൽ അങ്ങ് ഫ്ലോ ചെയ്ത് പൊക്കോളും. പക്ഷെ ഇങ്ങനെ സെപ്പറേറ്റ് ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഈ സാനിറ്ററി സീവേജ് തന്നെ ഫ്ലോ ചെയ്യുമ്പം റെയിൻ വാട്ടറിന്റെ ഒരു എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് എപ്പോഴേലും ഒന്ന് ഫ്ലോ കുറഞ്ഞു പോയാൽ എല്ലാം കൂടെ വന്നിങ്ങനെ അടിഞ്ഞെടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി ആവശ്യത്തിന് അതിന് അവൈലബിൾ ആയിരിക്കില്ല. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോയിന്റിലും വെച്ചിട്ട് ഫ്ലഷ് ചെയ്ത് വേറെ എക്സ്ട്രാ വെള്ളം കൊടുത്ത് ഫ്ലഷ് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അതായിരുന്നു സെക്കൻഡ് വൺ. ഇനി തേർഡ് വൺ ആണ് പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം. ഇതാണ് ഇപ്പം കൂടുതലും യൂസ് ചെയ്യുന്നത്, പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം. അപ്പം ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സീവർ സിസ്റ്റം ദാറ്റ് കമ്പൈൻസ് ദി ആട്രിബ്യൂട്ട്സ് ഓഫ് എ സെപ്പറേറ്റ് സീവർ സിസ്റ്റം ആൻഡ് എ കമ്പൈൻഡ് സീവർ സിസ്റ്റം. തൊട്ട് മുന്നേ പറഞ്ഞ സെപ്പറേറ്റും അതേപോലെ കമ്പൈൻഡ് സിസ്റ്റത്തിൻ്റെയും കൂടെ അഡ്വാൻറ്റേജസ് എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം. It is a modification of separate sewer system where the system that would normally transport and discharge domestic and industrial sewage also carries some surface water drained from roof or paved portion of the above ground infrastructure. സെപ്പറേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു മോഡിഫിക്കേഷൻ എന്നും വേണേൽ പറയാം. അപ്പം മെയിൻലി ഇവർ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ആണ്. അതിൻ്റെ കൂടെ അവർ സം സോർട്ട് ഓഫ് എന്താണ്, ഈ റൂഫിൽ നിന്ന് വരുന്ന റെയിൻ വാട്ടർ അല്ലെങ്കിൽ പേവ്ഡ് പോർഷനുള്ള സ്റ്റോം വാട്ടറിനെ ഇവർ കളക്ട് ചെയ്യും. വലിയൊരു എമൗണ്ടിൽ കൊണ്ടുപോകത്തില്ല, ചെറിയൊരു എമൗണ്ടിൽ റെയിൻ വാട്ടറിനെ ഇവർ ക്യാരി ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് പാർഷ്യലി സെപ്പറേറ്റഡ് സിസ്റ്റത്തിൻ്റെയാണ്. ഒരു വീട്ടിലെ വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യുന്നത് സൈഡായിട്ടുള്ള ഒരു സീവറിൽ നിന്ന് ഈ ഒരു സീവേജ് പോകുന്ന ഒരു സീവറിലോട്ട് ചെല്ലും. ഇനി അതേപോലെ തന്നെ ആ വീട്ടിലെ റൂഫിൽ നിന്നുള്ള റെയിൻ വാട്ടർ അതിനെ കളക്ട് ചെയ്യും ഈ സെയിം സീവർ. ഓക്കെ, എന്നിട്ട് അത് ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് ചെല്ലും. ഇനിയും ഇതിൽ ഓവർഫ്ലോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് അടുത്തുള്ള ലേക്കിലോട്ടോ വല്ലതും ചെല്ലും. അതുപോലെ സ്റ്റോമിൻ്റെ ചെറിയൊരു ഓടയൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പം റെയിൻ വാട്ടർ മാത്രമേ കാണത്തുള്ളൂ, അപ്പോൾ അതും ചിലപ്പം ലേക്കിലോട്ടായിരിക്കും വിടുന്നത്. ഓക്കെ, ചെറിയൊരു എമൗണ്ട് ആയിരിക്കും, അല്ലാതെ ഈ റെയിൻ വാട്ടർ ഉണ്ടാകുന്നതിന് ഫുള്ളും കൂടെ ഈ നമ്മുടെ ഒറ്റ
സീവറിലോട്ട് ആയിരിക്കില്ല പോകുന്നത്. ചെറിയ ചെറിയ വീടിൻ്റെ അടുത്തുള്ള റൂഫിൽ നിന്നോ വരുന്ന വെള്ളമൊക്കെ മാത്രമേ ഈ ഒരു മെയിൻ സീവറിലോട്ട് ചെല്ലത്തുള്ളൂ. അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജസ്, സീവർ എന്ന് പറയുന്നത് റീസണബിൾ സൈസ് ആയിരിക്കും, ഒത്തിരി വലുതും അല്ല ഒത്തിരി ചെറുതും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന് ക്ലീനിങ് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ സെപ്പറേറ്റിൻ്റെയും കമ്പൈൻ സിസ്റ്റത്തിൻ്റെയും അഡ്വാൻറ്റേജസ് ഇതിൽ കമ്പൈൻ ചെയ്യുന്നുണ്ട്. ദ വർക്ക് ഓഫ് ഹൗസ് പ്ലംബിംഗ് ഈസ് റെഡ്യൂസ്ഡ് ബിക്കോസ് ദ റെയിൻ വാട്ടർ ഫ്രം ദി റൂഫ്, സള്ളേജ് ഫ്രം ബാത്ത് ആൻഡ് കിച്ചൺ എക്സെട്ര ക്യാൻ ബി ടേക്കൺ ഇൻ ദി പൈപ്പ് ക്യാരിങ് ദി ഡിസ്ചാർജ് ഫ്രം ദി വാട്ടർ ക്ലോസറ്റ്. ഹൗസ് പ്ലംബിങ്ങിന്റെ അധികം ആവശ്യം വരുന്നില്ല. കാര്യം റെയിൻ വാട്ടറും റൂഫിൽ നിന്ന് റെയിൻ വാട്ടർ, പിന്നെ ബാത്റൂം കിച്ചണിൽ നിന്നൊക്കെ ഉള്ള സള്ളേജ് എന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള വേസ്റ്റ് വാട്ടറൊക്കെ നമുക്ക് ഈ ഒരു പൈപ്പിലോട്ട് ജോയിൻ ചെയ്ത് വിടാം. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഡ്യൂറിങ് ഡ്രൈ വെതർ ഫ്ലോ ഡിപ്പോസിഷൻ ടേക്ക് പ്ലേസ് ഇൻ സീവർ. എന്ന് വെച്ചാൽ റെയിൻ വാട്ടർ ഇല്ലാത്ത ടൈമിൽ അവിടെ ഡിപ്പോസിഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആസ് ഇനീഷ്യൽ സ്റ്റോം വാട്ടർ ഈസ് ഇൻക്ലൂഡഡ്, ദ കോസ്റ്റ് ഓഫ് പമ്പിങ് ആൻഡ് സൈസ് ഓഫ് ഡിസ്പോസൽ യൂണിറ്റ് ഇൻക്രീസസ്. എന്ന് വെച്ചാൽ സ്റ്റോം വാട്ടറിന്റെ ഒരു എഫക്റ്റ് കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ, അതപ്പം അതനുസരിച്ചുള്ള പമ്പിങ് കോസ്റ്റ് കൂടും. പിന്നെ ഡിസ്പോസൽ യൂണിറ്റിന്റെ കോസ്റ്റ്, അവിടുത്തെ അങ്ങനത്തെ പാർട്സിൻ്റെയൊക്കെ കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ദ സ്റ്റോം വാട്ടർ ഇൻക്രീസസ്, അപ്പം സ്റ്റോം വാട്ടർ കൂടെ വരുന്നത് കൊണ്ട് ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് അതനുസരിച്ച് ലോഡ് കൂടും. പിന്നെ ദർ ആർ പോസിബിലിറ്റി ഓഫ് ഓവർഫ്ലോ റിക്വയറിംഗ് ദി കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റോം വാട്ടർ ഓവർഫ്ലോ. അപ്പം ഓവർഫ്ലോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓവർഫ്ലോ പോകാനുള്ള വേറെ ഒരു പൈപ്പും കൂടെ കൊടുക്കേണ്ടി വരും. അപ്പം അതിനുള്ള കോസ്റ്റും കൂടെ ആവും. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീവറേജ് സിസ്റ്റം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ജസ്റ്റ് ചെറിയൊരു പോർഷനാണ് വെന്റിലേഷൻ ഓഫ് സീവർ. ഓക്കെ, അതെന്താന്ന് നോക്കാം. അപ്പം സീവേഴ്സ് ആർ വെന്റിലേറ്റഡ് ടു ഫുൾഫിൽ ദി ഫോളോയിങ് പർപ്പസസ്. ഈ പറയാൻ പോകുന്ന പർപ്പസസ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ വെന്റിലേഷൻ കൊടുക്കേണ്ടി വരും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കണ്ടിന്യൂസ് ഫ്ലോ കിട്ടണമെങ്കിൽ എന്ന് വെച്ചാൽ വെന്റിലേഷൻ റെഡ്യൂസ് എയർ പ്രഷർ ഡ്യൂ ടു സഡൻ റൈസ് ഓർ ഫോൾ ഓഫ് സീവേജ്. അപ്പോൾ സീവേജിൽ ചിലപ്പം പെട്ടെന്ന് ഭയങ്കരമായിട്ട് സീവേജ് വരാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് അധികം സീവേജിൻ്റെ എമൗണ്ട് കാണത്തില്ല. അപ്പം ഇങ്ങനെ റൈസ് ആൻഡ് ഫോൾ ഉണ്ടാകുമ്പോൾ ആ സീവറിനുള്ളിൽ എയർ പ്രഷർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ എയർ പ്രഷർ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ വെന്റിലേഷൻ കൊടുക്കണം. അപ്പം വെന്റിലേഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു മെയിൻ ഒരു പർപ്പസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്. അപ്പം വെന്റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കണ്ടിന്യൂസ് ഫ്ലോ കിട്ടും. എയർ പ്രഷർ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഫ്ലോ ശരിക്കും നടക്കത്തില്ല അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ഫ്ലോ കിട്ടണമെങ്കിൽ അവിടെ എയറിൻ്റെ ഒരു ലോക്കൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം അവിടെ വെന്റിലേഷൻ കൊടുക്കണം. ഇനി അടുത്തത് ഡിസ്പോസൽ ഓഫ് സീവേജ് ഗ്യാസസ്. വെന്റിലേഷൻ പ്രിവെന്റ്സ് അക്യുമുലേഷൻ ഓഫ് എക്സ്പ്ലോസീവ്, കൊറോസീവ് ഓർ പോയിസണസ് ഗ്യാസസ് ആൻഡ് വേപ്പേഴ്സ്. ദ സീവേജ് ഗ്യാസസ് ഇൻക്ലൂഡ് അമോണിയ, പിന്നെ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, ഹൈഡ്രജൻ സൾഫൈഡ് എക്സെട്ര. ദീസ് ഗ്യാസസ് ഓൾസോ ഇന്റർഫിയർ വിത്ത് നാച്ചുറൽ ഫ്ലോ ഓഫ് സീവേജ്. അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് പോകുന്നതുകൊണ്ട് അകത്ത് ഡീകമ്പോസിഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും റിയാക്ഷൻ കാരണം ഈ പോയിസണസ് ഗ്യാസസ് ഉണ്ടാവും. അപ്പം ഈ ഗ്യാസസ് ഒക്കെ ഇങ്ങനെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര എക്സ്പ്ലോസീവ് ആയിരിക്കും. അപ്പോൾ അത് മാറ്റണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെന്റിലേഷൻ കൊടുക്കണം. ഈ ഏതൊക്കെ സീവേജ് ഗ്യാസസ് ആണ് ഉണ്ടാകുന്നത് എന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ ഈ ഗ്യാസസ് സീവേജിന്റെ ഫ്ലോയിനെ ഇന്റർഫിയർ ചെയ്യും. അപ്പം അത് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പം അതിന് വെന്റിലേഷൻ കൊടുക്കണം. അടുത്തത് പ്രിവെൻഷൻ ഓഫ് അൺപ്ലസന്റ് ഓർഡർ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെന്റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് എയറിന്റെ ഒരു കോണ്ടാക്ട് വരുന്നതുകൊണ്ട് അവിടെ ഓർഡർ അധികം കൊള്ളാത്തൊരു മണം ഉണ്ടാകുന്നില്ല. ഓക്കെ, ഇനി എങ്ങനെയൊക്കെ നമുക്ക് വെന്റിലേഷൻ കൊടുക്കാമെന്ന് നോക്കാം. മെത്തേഡ്സ് ഓഫ് വെന്റിലേഷൻ. ആദ്യത്തത് യൂസ് ഓഫ് വെന്റിലേറ്റിംഗ് കോളംസ്. ഓക്കെ, അതെന്താ നോക്കാം. ദ വെന്റിലേറ്റിംഗ് ഷാഫ്റ്റ് ഈസ് പ്രൊവൈഡഡ് അലോങ് ദി സീവർ ലൈൻ അറ്റ് an interval of 200 to 300 meter. They are also provided at the upper end of every branch sewer and at every point where sewer diameter changes. ഓക്കെ, അപ്പോൾ സീവർ ലൈനില്ല, സീവർ പോകുന്ന വഴി അതിന് അലോങ് ആയിട്ട് 200 to 300 മീറ്റർ മാറിയിട്ടാണ് നമ്മൾ വെന്റിലേറ്റിംഗ് ഷാഫ്റ്റ് കൊടുക്കാറ്. അതേപോലെ തന്നെ നമ്മൾ ബ്രാഞ്ച് സീവറിന്റെ അപ്പർ എൻഡ് എന്ന് വെച്ചാൽ ബ്രാഞ്ച് സീവർ തുടങ്ങുന്നിടത്തും നമ്മൾ ഈ ഒരു വെന്റിലേറ്റിംഗ് കോളംസ് കൊടുക്കും. അതേപോലെ സീവറിന്റെ ഡയമീറ്റർ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവും, ആ പോയിന്റിൽ നമ്മൾ വെന്റിലേറ്റിംഗ് കോളംസ് കൊടുക്കണം. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വേണം വെന്റിലേറ്റിംഗ് കോളംസ് കൊടുക്കാൻ. വെന്റിലേറ്റിംഗ് ഷാഫ്റ്റ് ഹെൽപ്പ് ടു റിമൂവ് ദി ഫൗൾ ആൻഡ് എക്സ്പ്ലോസീവ് ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സീവർ. പിന്നെ അതൊരു ഫ്രഷ് എയർ പ്രൊവൈഡ് ചെയ്യും. അതിനുള്ളിൽ മാൻഹോൾസിൽ കൂടെ ചിലപ്പോൾ ആൾക്കാർ അത് ക്ലീൻ ചെയ്യാനൊക്കെ ഇറങ്ങും. അപ്പം ആ വർക്കേഴ്സിന് ഒരു ഫ്രഷ് എയർ കിട്ടണമെങ്കിൽ അവിടെ വെന്റിലേഷൻ കൊടുക്കണം. They also help to prevent the formation of airlock in the sewage and thereby ensure continuous flow നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഇനിയും യൂസ് ഓഫ് വെന്റിലേറ്റിംഗ് മാൻഹോൾ കവേഴ്സ്. Okay, the manhole covers are sometimes provided with perforation through which the sewer get exposed to the
അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പം നമ്മൾ മാൻഹോൾ ഉണ്ടല്ലോ, മാൻഹോളിന് കവർ കൊടുക്കുമ്പോൾ അതിങ്ങനെ പെർഫറേറ്റഡ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം എന്താണ്, അറ്റ്മോസ്ഫിയർ ആയിട്ട് ഒരു എക്സ്പോസ്ഡ് ആവും എന്താണ് സീവർ. ദിസ് വിൽ ഹെൽപ്പ് ഇൻ അച്ചീവിങ് സം വെന്റിലേഷൻ ബട്ട് വിൽ കോസ് മോർ നോയ്സൻസ്. അപ്പം ഇതൊരു വെന്റിലേഷൻ കൊടുക്കുമെങ്കിലും അത് കാരണം കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. എന്താണ്, ഈ ഫ്ലൈസ് എല്ലാം കൂടെ ആ കവർ ത്രൂ ആ വേസ്റ്റ് വാട്ടറിൽ ചെന്ന് അത് പറന്ന് പിന്നെ അങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അതേപോലെ തേർഡ് മെത്തേഡ്, പ്രോപ്പർ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് സീവർ. സീവർ ഷുഡ് റൺ ഹാഫ് ഓർ 2/3 ഫുൾ. ഓക്കെ, അപ്പോൾ സീവർ എപ്പോഴും റൺ ചെയ്യേണ്ടത് പകുതി അല്ലെങ്കിൽ 2/3 അത്രയും ഡെപ്ത് എങ്കിലും സീവർ എപ്പോഴും എന്താണ് സീവേജ് അതിൽ കൂടെ ഫ്ലോ ചെയ്യണം. അതനുസരിച്ച് വേണം നമ്മൾ ഡിസൈൻ കൊടുക്കാൻ. ദ സെയിം എബോവ് ഫ്ലോ ലെവൽ വിൽ പ്രൊവൈഡ് വെന്റിലേഷൻ. അപ്പം അങ്ങനെ ഒരു ഡെപ്തിൽ ഫ്ലോ ഉണ്ടായാൽ നമുക്ക് അതനുസരിച്ച് വെന്റിലേഷൻ എപ്പോഴും ആ ഒരു സീവറിനുള്ളിൽ കിട്ടും. ഓൾസോ ദ ഫ്ലോ വെലോസിറ്റി ഷുഡ് ബി സെൽഫ് ക്ലെൻസിങ്. അതുപോലെ തന്നെ വെലോസിറ്റി എന്ന് പറയുന്നത് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി കിട്ടുന്ന രീതിയിലായിരിക്കണം അതിൽ കൂടെ ഫ്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ സീവർ ഡിസൈൻ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ലേയിങ് ദി സീവർ അറ്റ് പ്രോപ്പർ ഗ്രേഡിയന്റ്. അപ്പോൾ പ്രോപ്പർ ഗ്രേഡിയന്റിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നാലാമത്തെ മെത്തേഡ്, ബൈ യൂസ് ഓഫ് മെക്കാനിക്കൽ ഡിവൈസസ്. ഫോഴ്സ്ഡ് ഡ്രാഫ്റ്റ് ഈസ് സംടൈംസ് പ്രൊവൈഡഡ് ബൈ എക്സോസ്റ്റ് ഫാൻ ടു എക്സ്പെൽ ഔട്ട് ദി ഫൗൾ ഗ്യാസസ് ഫ്രം ദി സീവർ. അപ്പോൾ സീവറിൽ നിന്ന് ഫൗൾ ഗ്യാസസ് എക്സ്പെൽ ഔട്ട് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്ക് എക്സോസ്റ്റ് ഫാൻ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ പ്രോപ്പർ ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റം. അപ്പം ഈ വീട്ടിലൊക്കെ നമ്മൾ എന്താണ് വെന്റ് പൈപ്പ്, സോയിൽ പൈപ്പ് ഒക്കെ കൊടുക്കും. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെന്റിലേഷൻ എഫക്റ്റ് അവിടെ കിട്ടുന്നുണ്ട്. ദേ മേ ഡയറക്ട്ലി ഹെൽപ്പിംഗ് ഇൻ വെന്റിലേറ്റിംഗ് ഹൗസ് ഡ്രെയിൻസ്, പബ്ലിക് സീവർ. അപ്പം നമ്മൾ ടോയ്ലറ്റിൻ്റെ അവിടെ വെന്റ് പൈപ്പ് കൊടുക്കില്ലേ, അതെന്തിനാണ്, നമുക്ക് ഈ ഒരു വെന്റിലേഷൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ അടുത്തത് ആറാമത്തത്, അൺഒബ്സ്ട്രക്റ്റഡ് ഔട്ട്ലെറ്റ് ഗീവ്സ് പാർഷ്യൽ വെന്റിലേഷൻ ടു സ്റ്റോം വാട്ടർ ഡ്രെയിൻസ് ആൻഡ് സീവർ. സ്റ്റോം വാട്ടർ ഡ്രെയിനിലോട്ടും അല്ലെങ്കിൽ സീവറിലോട്ടും നമുക്ക് പാർഷ്യൽ വെന്റിലേഷൻസ് ഈ ഒരു അൺഒബ്സ്ട്രക്റ്റഡ് ഔട്ട്ലെറ്റ് ത്രൂ കിട്ടണം. അപ്പം അതനുസരിച്ച് വേണം അവിടുത്തെ കൺസ്ട്രക്ഷൻ ചെയ്യാനും. ഓക്കെ, അപ്പോൾ അതായിരുന്നു വെന്റിലേഷൻസ് ഓഫ് സീവറിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീവേജ്. അതിലെ ഫിസിക്കൽ മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീവേജിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. അതിലെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ അതിലെന്തൊക്കെ വരും, നിങ്ങൾ വാട്ടർ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചില്ലേ കഴിഞ്ഞ സെമസ്റ്ററിൽ E1 അതൊക്കെ തന്നെയാണ്. കളർ, ഓർഡർ, ടെമ്പറേച്ചർ, ടർബിഡിറ്റി ആൻഡ് സോളിഡ്, അതിൻ്റെ പ്രസൻസ്. ഓക്കെ, അപ്പം സീവേജ് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിന്റെ കളറിനെ പറ്റി പറഞ്ഞാൽ, ദ കളർ ഓഫ് ദി സീവേജ് ഇൻഡിക്കേറ്റ്സ് ദി ഫ്രഷ്നെസ് ഓഫ് സീവേജ്. ഓക്കെ, അപ്പോൾ സീവേജിന്റെ കളറിൽ നിന്ന് ആ ഒരു സീവേജിന്റെ ഫ്രഷ്നെസ്സിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. അപ്പം സീവേജിന്റെ കളറ് ഗ്രേയിഷ് ബ്രൗൺ അല്ലെങ്കിൽ യെലോയിഷ് കളറാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സീവേജ് എന്ന് പറയുന്നത് ഫ്രഷ് ആണെന്നുള്ളത്. എന്ന് വെച്ചാൽ ഫ്രഷ് സീവേജ് എന്ന് വെച്ചാൽ ഇപ്പം അങ്ങോട്ട് ഉണ്ടായ സീവേജ്, നമ്മളിപ്പോൾ പാത്രം കഴുകുകയും ഉണ്ടാവുമ്പം അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടറിന്റെ കളറ് ഒരു യെലോയിഷ് ഗ്രേയിഷ് ബ്രൗൺ കളറായിരിക്കും. അപ്പോൾ അത് ഫ്രഷ് സീവേജ് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വിത്ത് പാസേജ് ഓഫ് ടൈം, നമുക്ക് കുറച്ച് ടൈം കഴിയുമ്പം അതിനുള്ളിൽ ഇങ്ങനെ ഡീകമ്പോസേഷനും ഓരോ റിയാക്ഷൻ നടന്നിട്ട് പിട്രിഫിക്കേഷൻസ് ഒക്കെ നടന്നിട്ട് ആ സീവേജിന്റെ കളറ് ബ്ലാക്ക് ആയി മാറും. ഓക്കെ, അപ്പം ബ്ലാക്ക് സീവേജ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് സെപ്റ്റിക് സീവേജ് അല്ലെങ്കിൽ സ്റ്റെയിൽ സീവേജ് ആയി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിനുള്ളിലെ ഓക്സിജൻ എല്ലാം ഫുൾ ഡിസപ്പിയർ ആയി. അപ്പം അങ്ങനെ ഡിസപ്പിയർ ആകുമ്പോഴാണ് അതൊരു സെപ്റ്റിക് ആയി മാറുന്നതും അതിന്റെ കളറ് ബ്ലാക്ക് കളറിലോട്ട് മാറുന്നതും. ഇനി അതേപോലെ തന്നെ ഈ വേസ്റ്റ് വാട്ടറിന് വേറെ കളേഴ്സ് ഒക്കെ കാണും. എന്ന് വെച്ചാൽ അവിടെ ഇപ്പം ഇൻഡസ്ട്രിയൽ വേസ്റ്റിന്റെ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ, ഇൻഡസ്ട്രീസ് എന്തെങ്കിലും കളർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കളറും വേസ്റ്റ് വാട്ടറിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ദ കളർ ഓഫ് ദി സീവേജ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ നേക്കഡ് ഐ. നമുക്ക് ജസ്റ്റ് കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കളർ. ഇനി അടുത്തത് ഓർഡർ, സ്മെൽ, അതിനെപ്പറ്റി. ദ ഓർഡർ ഓഫ് എ ഫ്രഷ് sewage is not offensive or practically it can be considered odorless, but as it starts to get stale it begins to give offensive odor. Okay, അപ്പം ഫ്രഷ് സീവേജ് ആണെങ്കിൽ പ്രത്യേകിച്ച് അത്ര വലിയ ഓർഡർ ഒന്നും കാണത്തില്ല, അധികം സ്മെല്ലൊന്നും കാണത്തില്ല, അത്ര നമുക്ക് ബുദ്ധിമുട്ടുള്ള സ്മെല്ല് ആയിരിക്കില്ല അല്ലെങ്കിൽ ഓർഡർ ആയിരിക്കില്ല. പക്ഷെ അതിങ്ങനെ സെപ്റ്റിക് ആകുമ്പോൾ അല്ലെങ്കിൽ കുറേ നേരം കഴിയുമ്പോൾ അത് സ്റ്റെയിൽ ആകുമ്പോഴേക്കും ഒഫൻസീവ് ആയിട്ടുള്ള ഓർഡർ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. Within 3 to 4 hours, all oxygen present in the sewage gets exhausted and it starts emitting offensive odor by hydrogen sulfide gas which is formed due to anaerobic decomposition of sewage. ഓക്കെ, അപ്പോൾ ഒരു സീവേജ് ഫ്രഷ് ആയിട്ട് ഇപ്പം അങ്ങോട്ട് ഉണ്ടായ സീവേജ് 3 to 4 മണിക്കൂറിനുള്ളിൽ അതിനുള്ളിലെ ഓക്സിജൻ ഫുൾ അങ്ങ്
ഡിസപ്പിയർ ആകും. അപ്പം ആ ടൈമിൽ ഈ എന്താണ് സീവേജിനുള്ളിൽ അനറോബിക് ഡിക്കമ്പോസിഷൻ നടക്കും. ഓക്സിജൻ ഇല്ലാത്ത അനറോബിക് ഡിക്കമ്പോസിഷൻ നടക്കുമ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് അവിടെ ഫോം ചെയ്യും. അതിന്റെ സ്മെല്ലാണ് നമുക്ക് ഭയങ്കര ഒരു മണമൊക്കെ ആയിട്ട് തോന്നുന്നത്. ഓർഡർ ഓഫ് വേസ്റ്റ് വാട്ടർ ക്യാൻ ബി മെഷേർഡ് ബൈ എ ടേം കോൾഡ് ത്രെഷോൾഡ് ഓർഡർ നമ്പർ. നിങ്ങളത് കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിരുന്നു. ത്രെഷോൾഡ് ഓർഡർ നമ്പർ അല്ലെങ്കിൽ ടോൺ. അത് വെച്ചിട്ട് നമുക്ക് ഓർഡർ മെഷർ ചെയ്യാൻ പറ്റും. വിച്ച് റെപ്രസെന്റ് ദി എക്സ്റ്റെന്റ് ഓഫ് ഡൈലൂഷൻ റിക്വയർഡ് ടു ജസ്റ്റ് മേക്ക് ദി സാമ്പിൾ ഫ്രീ ഓഫ് ഓർഡർ. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് വാട്ടർ മണം ഉള്ള ഒരു ഓർഡർ ഉള്ള ഒരു വേസ്റ്റ് വാട്ടറിനെ എങ്ങനെ നമുക്ക് എത്രമാത്രം എമൗണ്ട് ആഡ് ചെയ്ത് അതിനെ ഡൈലൂട്ട് ചെയ്താൽ നമുക്ക് അതിനെ ആ ഒരു ഫ്രീ ഓഫ് ഓർഡർ ആക്കി മാറ്റാൻ പറ്റും. അതാണ് ഈ ടോൺ എന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോൺ എന്ന് പറയുന്നത് VS + VD / VS എന്ന് പറയും. അതിൽ VS എന്ന് വെച്ചാൽ വോളിയം ഓഫ് സീവേജ് എന്തുമാത്രം. ഇപ്പോൾ ഒരു 500 ml ഉണ്ടെങ്കിൽ അതാണ് VS. ഇനി അടുത്തത് VD എന്ന് വെച്ചാൽ വോളിയം ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡഡ് ടു ജസ്റ്റ് മേക്ക് ദി സീവേജ് സാമ്പിൾ ലോസ് ഇറ്റ്സ് ഓർഡർ. അപ്പം എന്തുമാത്രം അല്ലാത്ത മണം ഇല്ലാതെ നല്ല വെള്ളം ആഡ് ചെയ്തിട്ടാണ് അതിനെ ആ ഒരു സ്മെല്ലിൽ നിന്ന് മാറിയത്. ഓക്കെ, അതാണ് ഇപ്പോൾ ഒരു 500 ml നമ്മളൊരു 100 ml ആഡ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു മണം മാറിയെങ്കിൽ അവിടെ 500 + 100 / 500 ആണ് ടോൺ എന്നൊരു വാല്യൂ. ഓക്കെ, അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ടെമ്പറേച്ചർ. Okay, the temperature has an effect on the biological activity of the bacteria present in the sewage and it also affects the solubility of gases in the sewage. Okay, അപ്പം ടെമ്പറേച്ചറിൻ്റെ ഒരു എഫക്റ്റ് സീവേജിൽ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ സീവേജിനകത്ത് ബാക്ടീരിയ ഉണ്ടല്ലോ, ബാക്ടീരിയയുടെ ബയോളജിക്കൽ ആക്ടിവിറ്റീനെ ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ സീവേജിനകത്ത് ഗ്യാസസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സോളിബിലിറ്റിനെയും ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. ഇറ്റ് ഓൾസോ എഫക്ട് ദി വിസ്കോസിറ്റി ഓഫ് സീവേജ്. വിസ്കോസിറ്റി ഓഫ് സീവേജിനെയും ടെമ്പറേച്ചർ എഫക്ട് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അവിടുത്തെ വിസ്കോസിറ്റി ഓഫ് സീവേജ് കുറവായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് സീവേജ് ഇസ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദി ടെമ്പറേച്ചർ ഓഫ് വാട്ടർ സപ്ലൈ ബിക്കോസ് ഓഫ് ദി അഡീഷണൽ ഹീറ്റ് ഡ്യൂ ടു യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ. അപ്പം സാധാ വാട്ടർ സപ്ലൈ ഉണ്ടല്ലോ അതിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും എന്തായാലും കുറച്ച് കൂടുതലായിരിക്കും സീവേജിൻ്റെ ടെമ്പറേച്ചർ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വാട്ടർ നമുക്ക് കുറച്ച് യൂട്ടിലൈസ് ചെയ്തില്ല. അപ്പോൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്. ഓൾസോ വെൻ ദി വേസ്റ്റ് വാട്ടർ ഫ്ലോസ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഫർദർ ഇൻക്രീസ്. അതേപോലെ തന്നെ അതിങ്ങനെ ഒരു ക്ലോസ്ഡ് പൈപ്പിൽ കൂടെ ആണല്ലോ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ കൂടും. The average temperature of sewage in India is about 20 degrees Celsius, which is near about ideal temperature of the sewage for biological activity. അപ്പോൾ ഇന്ത്യൻ കണ്ടീഷൻ അനുസരിച്ചുള്ള സീവേജിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ആ ഒരു ടെമ്പറേച്ചർ തന്നെയാണ് നമ്മുടെ സീവേജിനുള്ളിൽ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നതും. അറ്റ് ഹയർ ടെമ്പറേച്ചർ കപ്പിൾഡ് വിത്ത് ലോവർ ഡിസോൾവ്ഡ് ഓക്സിജൻ ആക്ടിവിറ്റീസ് ക്യാൻ കോസ് സീരിയസ് പ്രോബ്ലംസ് ഇൻ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് വാട്ടർ. അപ്പോൾ അതിലും കൂടുതൽ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ ടെമ്പറേച്ചറും കൂടുതലായിരിക്കും, അതനുസരിച്ച് അതിനകത്ത് ഓക്സിജൻ്റെ കണ്ടന്റും കുറവായിരിക്കും. അപ്പോൾ ആ ടൈമിൽ അതിനുള്ളിൽ അങ്ങനത്തെ കേസിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ എക്സ്ട്രാ ഓക്സിജനൊക്കെ ആഡ് ചെയ്ത് ടെമ്പറേച്ചർ കുറച്ചിട്ട് മാത്രമേ നമുക്ക് അതിനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് ടർബിഡിറ്റി. സീവേജ് ഈസ് നോർമലി ടർബിഡ്. അപ്പോൾ ടർബിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ അതിനകത്ത് എന്തൊക്കെയോ ഇങ്ങനെ കിടന്നിങ്ങനെ അടിയാനുള്ള എന്തൊക്കെയോ സസ്പെൻഡഡ് ആയിട്ട് കിടപ്പുണ്ട്. അതിനാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സീവേജ് എന്ന് പറയുന്നത് നോർമലി ടർബിഡ് ആണ്. അതിനകത്ത് ഡേർട്ടി ഡിഷ് വാട്ടർ, വേസ്റ്റ് വാട്ടർ ഫ്രം ബാത്ത്സ്, പിന്നെ അതിന് കുറേ ഫ്ലോട്ടിംഗ് മാറ്റേഴ്സ്, ഫീക്കൽ മാറ്റർ, പിന്നെ എന്തൊക്കെയാ വരും, ഈ പേപ്പറിൻ്റെ ഒക്കെ പീസസ്, സിഗരറ്റ്, മാച്ച് സ്റ്റിക്സ്, ഗ്രീസ്, ഓയിൽ ഗ്രീസ്, വെജിറ്റബിൾസിൻ്റെ ഒക്കെ ബാക്കി, ഫ്രൂട്ടിൻ്റെ ഒക്കെ സ്കിന്ന്, സോപ്പ്, ഇതൊക്കെ ആ പറയുന്ന സീവേജ് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിനകത്തുണ്ട്. അപ്പം നോർമലി നമ്മൾ സീവേജ് ടർബിഡ് ആയിട്ടാണ് പറയുന്നത്. ദ ടർബിഡിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് സോളിഡ് മാറ്റർ പ്രസന്റ് ഇൻ ദി സസ്പെൻഷൻ സ്റ്റേറ്റ്. അപ്പം ടർബിഡിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ സസ്പെൻഷൻ സ്റ്റേറ്റിൽ എന്തുമാത്രം സോളിഡ് മാറ്ററിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. The turbidity can be determined by the turbidity rod or by turbidimeter. നിങ്ങൾ കഴിഞ്ഞ E1 പഠിച്ചത് തന്നെ. ടർബിഡിറ്റി റോഡ് വെച്ചിട്ടോ ടർബിഡിമീറ്റർ വെച്ചിട്ടോ നമുക്ക് ടർബിഡിറ്റി മെഷർ ചെയ്യാം. നെഫ്ലോമെട്രിക് ടർബിഡിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ E1 പഠിച്ചതിൻ്റെ ബേസിസിൽ നിങ്ങൾ ലാബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ ടർബിഡിറ്റി മീറ്റർ കണ്ടു കാണും. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ടർബിഡിറ്റി മെഷർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വൺ സോളിഡ്. അപ്പം നമ്മൾ മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു സീവേജ് എന്ന് പറയുന്നത് 99.1% വാട്ടറും 99.9% ഓഫ് വാട്ടറും 0.1% സോളിഡ് ആണെന്നുള്ളത് അല്ലേ. അപ്പം അതിലെ ടോട്ടൽ സോളിഡ് മൊത്തത്തിൽ എന്തുമാത്രം ഉണ്ട് എന്നുള്ളത്, ടോട്ടൽ സോളിഡിൻ്റെ കണ്ടന്റ് ഡിഫൈൻ ചെയ്യുന്നത്
as all the matter that remain as residue upon evaporation to 103 to 105 degrees Celsius. അപ്പം ടോട്ടൽ സോളിഡ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം? അതിനെ ആ ഒരു കുറച്ച് സാമ്പിളിനെ നമ്മളൊരു 105 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മളൊന്ന് ഹീറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി റെസിഡ്യൂ ആയി കിടക്കുന്നതിനെ എല്ലാത്തിനെയും നമുക്ക് ടോട്ടൽ സോളിഡ് എന്ന് പറയാം. അപ്പോൾ ടോട്ടൽ സോളിഡ് നമുക്ക് 4 ഫോംസിൽ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സസ്പെൻഡഡ് ആയിട്ടുള്ള സോളിഡ്, കൊളോയിഡൽ സോളിഡ്, ഡിസോൾഡ് സോളിഡ്, സെറ്റിലബിൾ സോളിഡ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് സോളിഡിനെ വേണമെങ്കിൽ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സോളിഡ് എന്നൊക്കെ ഡിഫൈൻ ചെയ്യാം. ദ ഓർഗാനിക് മാറ്റർ ഈസ് അബൌട്ട് 45% ഓഫ് ദി ടോട്ടൽ സോളിഡ് ആൻഡ് ദി റിമൈനിങ് അബൌട്ട് 55% ഈസ് ഇൻഓർഗാനിക് സോളിഡ്. മൊത്തത്തിൽ ടോട്ടൽ സോളിഡ് എടുത്താൽ അതിൽ 45% ഓർഗാനിക്കും 55%ഓളം ഇൻഓർഗാനിക്കും ആയിരിക്കും. അതിൽ കൊളോയിഡൽ സോളിഡ് എന്ന് പറഞ്ഞില്ലേ, അത് എപ്പോഴും ഇങ്ങനെ ഒന്നെങ്കിൽ സസ്പെൻഷനിലായിട്ടായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ അത് സൊല്യൂഷൻ ഫോമിലായിരിക്കും, ഡിസോൾഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. The amount of various kinds of solid present in the sewage can be determined as follow. അപ്പം നമുക്ക് ടോട്ടൽ സോളിഡ് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് വാട്ടറിനകത്തുള്ള സോളിഡിനെ നമുക്ക് ഇനിയും പറയുന്ന ഫോളോയിങ് വേസിൽ നമുക്കത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഒന്ന്, അതിലെ ടോട്ടൽ സോളിഡ്. അപ്പോൾ നമ്മൾ S1 എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യാന്ന് വിചാരിക്കുക. അതിപ്പോൾ അതിനെ മില്ലിഗ്രാം പെർ ലിറ്ററിലാണ് നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്ത് കിട്ടുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ഇവാപ്പറേറ്റിംഗ് എ നോൺ വോളിയം ഓഫ് സീവേജ് സാമ്പിൾ ആൻഡ് വെയിങ് ദി ഡ്രൈ റെസിഡ്യൂ ലെഫ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു സീവേജിൻ്റെ വോളിയം, നോൺ വോളിയമാണ്, നമുക്കറിയാം എത്രയാണെന്ന്. അതിന് നമ്മൾ ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ആ ഒരു ഷീറ്റിൽ എന്തുമാത്രം ഉണ്ട്, നമ്മൾ അതിനെ ഡ്രൈ ആയിട്ടുള്ള റെസിഡ്യൂനെ നമ്മൾ വെയ് ചെയ്തെടുത്താൽ അതായിരിക്കും ടോട്ടൽ സോളിഡ് എന്ന് പറയുന്നത്. ദ മാസ് ഓഫ് ദി റെസിഡ്യൂ ഡിവൈഡഡ് ബൈ ദി വോളിയം ഓഫ് ദി സാമ്പിൾ ഇവാപ്പറേറ്റഡ് വിൽ ഗിവ് ദി ടോട്ടൽ സോളിഡ്. അപ്പം നമ്മൾ എന്തുമാത്രം റെസിഡ്യൂ ഉണ്ടായി അതിനെ നമ്മൾ വെയ് ചെയ്തെടുക്കുമല്ലോ, ആ വാല്യൂ ഡിവൈഡ് ബൈ വോളിയം ഓഫ് സീവേജ്. നമ്മൾ ഒരു 10 ml ആണ് വെച്ചെങ്കിൽ ആ 10 ml, അല്ലെങ്കിൽ 1 ലിറ്റർ വെച്ചെങ്കിൽ ആ 1 ലിറ്റർ ആണല്ലോ അവിടുത്തെ വോളിയം. അപ്പം വെയിറ്റ് ഡിവൈഡ് ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സോളിഡ് മില്ലിഗ്രാം പെർ ലിറ്ററിൽ കിട്ടും, ഏതാണ് യൂണിറ്റ് കൊടുക്കുന്നതനുസരിച്ച്. ഇനി അടുത്ത സസ്പെൻഡഡ് സോളിഡ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ, ഇപ്പം ചെയ്തപ്പോൾ ടോട്ടൽ സോളിഡ്, ആ ഒരു വേസ്റ്റ് വാട്ടറിനകത്തുള്ള ടോട്ടൽ സോളിഡാണ് കിട്ടിയത്. നമുക്ക് സസ്പെൻഡഡ് സോളിഡ് ആണ് അറിയണമെങ്കിൽ അതും മില്ലിഗ്രാം പെർ ലിറ്ററിൽ S2 നമുക്ക് ഡിനോട്ട് ചെയ്യാം. ദീസ് ആർ സോളിഡ് വിച്ച് ആർ retained by filter of 1 micrometer pore so that they are called as non-filterable solid. എന്ന് വെച്ചാൽ സസ്പെൻഡ് സോളിഡ് എന്ന് വെച്ചാൽ എന്താണ്, അതിലിങ്ങനെ തങ്ങി കിടക്കുന്നത് അല്ലേ. അപ്പം അതിനെ നമുക്ക് 1 മൈക്രോമീറ്റർ സൈസുള്ള ഫിൽറ്റർ വെച്ചിട്ട് നമുക്ക് അതിനെ ഉള്ളിൽ റീറ്റെയിൻ ചെയ്യുമല്ലോ. അപ്പം റീറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? നോൺ ഫിൽറ്ററബിൾ. ഇപ്പം റീറ്റെയിൻ ചെയ്യുന്നില്ല, അതിൽ കൂടെ ഇറങ്ങിപ്പോകുന്ന സോളിഡിനെ നമ്മൾ ഫിൽറ്ററബിൾ, ഫിൽറ്ററായി പോയി അല്ലേ. ഇപ്പോൾ ഫിൽറ്റർ ആകാത്തതുകൊണ്ട് അതിനെ നോൺ ഫിൽറ്ററബിൾ സോളിഡ് എന്ന് പറയാം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ദിയർ ക്വാണ്ടിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ പാസിംഗ് എ നോൺ വോളിയം ഓഫ് സീവേജ് ത്രൂ എ ഗ്ലാസ് ഫിൽറ്റർ ആൻഡ് വെയിങ് ദി ഡ്രൈ റെസിഡ്യൂ ലിഫ്റ്റ്. അപ്പോൾ ഒരു ചെറിയൊരു ട്യൂബോ അങ്ങനെ ഒരു ഗ്ലാസ്സോ എടുത്തിട്ട് അതിന് മേളിലൊരു ഫിൽറ്റർ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് 1 മൈക്രോമീറ്റർ സൈസുള്ള ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് അതിന് മേളിൽ കൂടെ നമുക്ക് അറിയാം ഇപ്പം 500 ml ഉള്ള ഒരു വേസ്റ്റ് വാട്ടറിൻ്റെ സാമ്പിൾ അത് ആ ഒരു ഫിൽറ്റർ പേപ്പറിൽ കൂടെ ഒഴിച്ചിട്ട് ആ ഫിൽറ്റർ പേപ്പർ ബാക്കി എന്തൊക്കെയോ വന്ന് കിടക്കില്ല, അതിനെ നമ്മൾ ഓവനിൽ വെച്ചിട്ട് 105 ഡിഗ്രി സെൽഷ്യസ് വെച്ച് 24 hours വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം വന്ന് വെയ് ചെയ്യും അല്ലേ. അപ്പോൾ അതിൽ റെസിഡ്യൂവിൻ്റെ വെയിറ്റ് എടുക്കുമല്ലോ, ആ വെയിറ്റ് ഡിവൈഡഡ് ബൈ നമുക്ക് തൊട്ട് മുന്നേ എന്തുമാത്രം വോളിയം എടുത്തെന്ന് അറിയാം വാട്ടറിൻ്റെ സാമ്പിൾ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മില്ലിഗ്രാം പെർ ലിറ്ററിൽ കിട്ടും. ആ കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ സസ്പെൻഡഡ് സോളിഡ് ആയിരിക്കും. ഇനി നമുക്ക് ഡിസോൾഡ് സോളിഡ് ആൻഡ് കൊളോയിഡൽ സോളിഡ്, അത് നമുക്ക് S3 എന്ന് ഡിനോട്ട് ചെയ്യാന്ന് വിചാരിക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ആൻഡ് സസ്പെൻഡഡ് സോളിഡ് ദാറ്റ് ഈസ് S1 മൈനസ് S2 റെപ്രസെന്റ് ദി ഡിസോൾഡ് സോളിഡ് ആൻഡ് കൊളോയിഡൽ സോളിഡ്. അപ്പം ടോട്ടൽ സോളിഡിൽ നിന്ന് സസ്പെൻഡഡ് സോളിഡ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അവിടുത്തെ ഡിസോൾഡ് സോളിഡിന്റെയും കൊളോയിഡൽ സോളിഡിന്റെയും ടോട്ടൽ ഒരു വാല്യൂ. ഇനിയും വോളട്ടൈൽ ആൻഡ് ഫിക്സഡ് സസ്പെൻഡഡ് സോളിഡ്, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ദ ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ് ഇല്ലേ, ഏതാ S2, അത് എന്ന് പറയുന്നത് ആ ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ് ചിലപ്പം വോളട്ടൈൽ സോളിഡും ആയിരിക്കും, ചിലത് ഫിക്സഡ് സോളിഡും ആയിരിക്കും. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ടു ഡിറ്റർമൈൻ ദ പ്രൊപ്പോർഷൻ എന്തുമാത്രം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ദ നോൺ ഫിൽറ്റേർഡ് റെസിഡ്യൂസ് ബേൺഡ് ആൻഡ് ഇഗ്നൈറ്റഡ് അറ്റ് about 550 degrees Celsius in a muffled furnace for about 15 to 20 minutes.
ഓക്കെ. അപ്പം നമ്മൾ ഫിൽറ്റർ പേപ്പറിൽ നമ്മൾ റെസിഡ്യൂ എടുക്കുമല്ലോ സസ്പെൻഡർ സോളിഡ് കണ്ടുപിടിക്കാൻ വേണ്ടി. ആ ഫിൽറ്റർ പേപ്പറിൽ കളക്ട് ചെയ്തതിനെ നമ്മൾ എന്താണ് ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്ത് വാല്യൂ എടുക്കുമല്ലോ. അപ്പം അപ്പോഴും ബാക്കി ആ ഫിൽറ്റർ പേപ്പറിൽ ഉണ്ടല്ലോ, അതിന് നമ്മളൊരു മഫിൾ ഫർണസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ വെക്കും. അത് 550 ഡിഗ്രി സെൽഷ്യസ് അതിനകത്ത് ഉള്ളിൽ ചൂട് കാരണം 15 to 20 മിനിറ്റ്സ് നമ്മൾ വെക്കുക. എന്നിട്ട് ആ ഒരു അത്രയും മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചെടുക്കണം. ലോസ് ഓഫ് വെയിറ്റ് ഡ്യൂ ടു ഇഗ്നൈഷൻ വിൽ റെപ്രസെന്റ് ദി വോളറ്റൈൽ സോളിഡ് ഇൻ ദി സാമ്പിൾ. അപ്പം ആ വെയിറ്റ് കുറച്ച് കുറയും എന്ന് വെച്ചാൽ ആ മഫിൾ ഫർണസിൽ നിന്ന് ആ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അത് എടുത്തിട്ട് ഒന്നുകൂടെ വെയിറ്റ് നോക്കുമ്പോൾ വെയിറ്റിലുള്ള ഒരു റിഡക്ഷൻ കാണും. ഓക്കെ. ആ മൈനസ് ചെയ്യുമ്പം S2ൽ നിന്ന് ഇപ്പം കിട്ടുന്നത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അവിടുത്തെ വോളറ്റൈൽ സോളിഡ് ആയിരിക്കും. ഓക്കെ. ആ ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ വോളറ്റൈൽ സോളിഡും ബാക്കി മൈനസ് ചെയ്ത് കിട്ടുന്ന അവിടുത്തെ ഫിക്സഡ് സോളിഡും ആയിരിക്കും. നമുക്ക് S5 വെച്ച് ഡിനോട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് സോളിഡിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് വാട്ടറിലെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പറഞ്ഞു. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ലെക്ചർ നോട്ടായിട്ട് ഇന്ന് പഠിച്ചതൊക്കെ എഴുതുക. ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. ആദ്യമേ നമ്മൾ എന്ത് നോക്കി? സീവറേജ് സിസ്റ്റം എന്താ നോക്കി, അതിൻ്റെ 3 ടൈപ്സ് നോക്കി, പിന്നെ വെന്റിലേഷൻ ഓഫ് സീവർ നോക്കി, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സിലെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഓക്കെ. അപ്പം ഇത്രയും നോക്കിയിട്ട് ലെക്ചർ നോട്ട് എഴുതുക കേട്ടോ. ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.